എനിക്ക് നിങ്ങൾ ആരോ ആണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത്. ഞെട്ടെന്ന്. അപ്പൊ ഞങ്ങൾ പറയുന്നത് ഞെട്ടെന്ന് കേട്ടോ. ഈ ഞെട്ട് ഇങ്ങനെ അകത്തി കളഞ്ഞിട്ട് അടിയിലൊരു ടിഷ്യൂ പേപ്പറും അടി ടിഷ്യൂ പേപ്പർ ഇട്ടെങ്ങനെ കണ്ടോ, അടിയിലൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് ഒരു കൊച്ചു ഗിഫ്റ്റാണ് കേട്ടോ. അതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. എനിക്ക് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് അല്ലാതെ ഈ ലോകത്തിൽ ആരുണ്ടാക്കുന്ന ഫുഡ് ഇഷ്ടമല്ല. ഇനിയിപ്പം ഷെഫ് പിള്ളേ വന്ന് ഉണ്ടാക്കി തന്നാൽ ഞാൻ പറയും എനിക്കിഷ്ടമല്ല. എന്നെപ്പോലെയാണോ നിങ്ങളും? രാവിലെ എഴുന്നേക്കുമ്പോൾ ആടെ കാപ്പി അങ്ങോട്ട് ഉണ്ടാക്കും, എന്നിട്ട് അത് കുടിക്കത്തില്ല. നമ്മൾ എവിടെ തളർന്നു പോകരുത്, എന്ത് കാര്യം വന്നാലും തളർന്നു പോകരുത് എന്നുള്ള ഒരു പ്രചോദനം കിട്ടും. എനിക്കാണ് ചപ്പാത്തി മുളക് ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് കടക്കാർ തരത്തില്ല. நான் ரட்சிച്ചു നിന്നെ അല്ലെങ്കിൽ ആ പാത്തു നിന്നെ പിടിച്ചിന്നെ അടിച്ച് തിന്നാനെ. എന്നാണ് കണ്ണിയും കണ്ട അടിയോ? ഇവരുടെ സ്വകാര്യ നിമിഷങ്ങളാണ്, എങ്കിലും കാണിച്ചു തരാൻ നിൽക്കത്തെ. പക്ഷെ കാണിച്ചു തരാതിരിക്കാൻ ഒക്കത്തില്ല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് വിചാരിക്കുന്നത് എൻ്റെ വീട്ടിലെ കുളിച്ചേക്ക് എവിടെ പോയിട്ട് അപ്പിടുന്നത്, അല്ലെ അപ്പുറത്തവൻ്റെ പറമ്പിൽ വല്ലതും ആണോ, അതറിയിക്കാതിരിക്കാനാണ് ഞാൻ നല്ല ലിറ്റർ വേണ്ട 10 കിലോയുടെ 35 കിലോയുടെ ലിറ്റർ മേടിച്ചു വെച്ചിട്ടുണ്ട്. 1 ലിറ്റർ ഇതിട്ടങ്ങ് കൊടുക്കും. അതാണ് നമ്മുടെ അപ്പിപ്പാത്രം. ഇത് തീറ്റി വെള്ളം. ഇനി അപ്പുറത്ത് വേറെ കാറ്റഗറി ഓഫ് തീറ്റിയും വെള്ളവും ഉണ്ട്. റോയൽ കനൈൻ്റെ ഫുഡ് കാണ്ടിരിക്കുന്നു. റോയൽ കനൈൻ്റെ ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത്. പോൺസിന്റെ ബോർഡർ വെച്ചേക്കുന്നതേ അപ്പി വീണ് കഴിയുമ്പോൾ തുടയ്ക്കാനല്ല, പക്ഷേ തുടയ്ക്കാനുണ്ട്. അതിന്റെ മണ്ടക്കിടാൻ കേട്ടോ. രണ്ടെണ്ണം അവിടെ ഗുസ്തിയും എന്റെ തുണി വിരിച്ചിട്ടതെല്ലാം നശിപ്പിക്കും, താഴെ വലിച്ചിടും. പക്ഷെ എന്നും വാക്കും ചെയ്യും കേട്ടോ. കണ്ടോ, വാക്യൂം ക്ലീനർ ഉള്ളത് കാരണം വാക്ക് ചെയ്യുന്നത് കാരണം ക്ലീൻ ആയിട്ട് കിടക്കും. അതാണ് എൻ്റെ മജ്ലിസ്. ഇത് ഞങ്ങളുടെ വേൾഡ്, എൻ്റെ ഇസ്മക്കാടെ വേൾഡ്. ഇതെനിക്ക് മലയാളി മങ്ക കോമ്പറ്റീഷന് പോയപ്പം കിട്ടിയതാണ്. ഇത് ഞങ്ങളുടെ യേസുക്കയുടെ ബർത്ത്ഡേക്ക് കിട്ടിയതാണ്. ഇന്ന് ഞാൻ പാട്ട് പാടിയതിന് എനിക്ക് കിട്ടിയതാണ്. പിന്നെ ഇതെല്ലാം ടോക്കൺ ഓഫ് അപ്രിസിയേഷൻസ്. ഞാനിവിടെ പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ യേസുക്കാക്ക് കൊടുത്തൊരു കൊച്ചു ഗിഫ്റ്റാണ് കേട്ടോ. അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് ഞങ്ങൾ ചിലപ്പോൾ കളിക്കുന്ന സാധനം ടെൻഡി ശാസ്ത്രപ്പെട്ട എനിക്കും അറിയത്തില്ല കേട്ടോ അത്. എന്നിട്ട് പിന്നെ ഇതൊക്കെ നമ്മുടെ ബോക്സുകളാണ്. പിന്നെ ഇത് ഞങ്ങളുടെ ഒരു ഫോട്ടോ. പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മുറിയുണ്ട് കേട്ടോ. ഇതും ഇവരുടെ ഏരിയ ആണ് കേട്ടോ. ഈ ഏരിയ രാവിലെ അമ്മയും മക്കളും സൂര്യപ്രകാശം കൊണ്ടുവന്നു. ഉയ്യോ ഇടിച്ചില്ല റസിൽ ഞാൻ രാവിലെ നിന്ന് സൂപ്പാക്കാം. സൂപ്പറാക്കാം. ഞാനാണ് ഇവിടെ പനിയും പിടിച്ച് ഒരു പണിക്കായി ഒരു വിരിക്കാൻ നടക്കുന്നു. എൻ്റെ കോഫി എൻ്റെ സ്റ്റാൻഡാണ് കേട്ടോ. എനിക്ക് ഫോൺ വെക്കാൻ വേണ്ടി കൊണ്ടുവയ്ക്കുന്ന സ്റ്റാൻഡ്. എന്നെ കാണാൻ നല്ല രസമില്ലേ? ഫസ്റ്റ് എത്ര നേരം പറഞ്ഞാൽ നിങ്ങളെ കേട്ടില്ല. ഞാൻ ഇത്ര നേരം വീഡിയോ റെക്കോർഡ് ചെയ്യും, പക്ഷെ ഒന്നും നിങ്ങളെ കേട്ടില്ല.
ഇവിടെ ഗുസ്തിയാണ്. രാവിലെ തന്നെ ഇവിടെ ഗുസ്തിയാണ്. രാവിലെ രാത്രി ഞാൻ ഇവിടെ എല്ലാം തുടച്ച് തൂത്തിട്ടിട്ട് പോയാലും രാവിലെ ഒന്നിൻ്റെ കൊടുക്കാം. ഇതാകെ രാമനായിക്കാണ് സമയമാണ്. അപ്പോൾ പാർട്ടികളെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 ദിവസമൊക്കെ നമുക്ക് ഒഴിവായി. പക്ഷെ നടക്കുന്നുണ്ടായിരുന്നു. അവരുടെ ആദ്യത്തെ കളിപ്പാട്ടമാണ് ഇത്. ഇതെന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഞാൻ ഈ വേസ്റ്റ് ഞങ്ങൾ കൊടുത്തു. ഇതിനകത്ത് കയറിയിട്ട് വേണ്ട കാണിച്ചു തരാവേ. ഇതിനകത്തോട്ട് കയറിയിട്ട് ഉരുണ്ടങ്ങ് മറിയും സ്വന്തമായിട്ട്. വേറെ ആളും കാണും കേട്ടോ ഉരുണ്ട് മറിയിക്കാൻ വേണ്ടിയിട്ട്. എത്ര രാത്രി വൃത്തിയാക്കിയിട്ട് കിടന്നാണ്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് ഇവരുടെ ഓരോ ടോയ്സ് അവിടെ ഇവരായിട്ടൊക്കെ കാണും. കൊണ്ട് അടുത്ത ടോയ് കിടക്കും. കേട്ടാ അടുത്ത ടോയ് ഓടിച്ചോണ്ടിരുന്ന നേരം കൊണ്ട് നമ്മുടെ കുക്കർ കേട്ടല്ലോ, കുക്കർ. അപ്പൊ നമ്മുടെ വഴുതനങ്ങ സമ്മതിക്കത്തില്ല. എൻ്റെ ഈ ഡേ ഇൻ മൈ ലൈഫ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വളരെ സിമ്പിൾ ആണല്ലോ, 2-3 മിനിറ്റ് തീർന്നല്ലോ എന്ന്. നല്ല ഗൈസ്, സ്പീഡ് ഇടും, കുറച്ചൊക്കെ കട്ട് ചെയ്യും, പല പരിപാടികളും അതിനിടയ്ക്ക് നടക്കും. സമ്മതിക്കത്തില്ല. അപ്പം നമ്മുടെ വഴുതനങ്ങ എനിക്ക് കട്ടിംഗ് ബോർഡിൽ അധികം വെച്ച് അരിയുന്നത് ഇഷ്ടമല്ല. എനിക്ക് കൈ കൊണ്ട് അരിയുന്നതാണ് ഇഷ്ടം. പിന്നെ ഇവരൊക്കെ വഴക്ക് പറയും ഞാൻ കൈയെല്ലാം പറഞ്ഞിരുന്നു. കുക്കർ വിസിലടിച്ചതൊക്കെ ഞാൻ മറന്നുപോയി. അതിന് ചോറ് വെന്തളിഞ്ഞു കാണും. ഒരു കാര്യം ചെയ്യാം, കുറച്ച് എയർ അങ്ങ് വിടാം. 2 വിസിൽ മതി ആക്ച്വലി ശരിക്കും പറഞ്ഞ ഈ ചോറ് വേകാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ കുത്തരിയൊക്കെ ഇല്ലേ, ഇവിടുത്തെ കുത്തരിയെ ഇത്തിരി അങ്ങ് വിടാം. ഇവിടുത്തെ കുത്തരി വേഗുന്ന കുത്തരിയാണേ. അപ്പൊ ഞാൻ ഓർത്തു 2 വിസിലെ ഞാൻ സാധാരണ അടുപ്പിക്കാറുള്ളൂ. ഞാൻ എന്തോ മെല്ലെ പറയുന്നതറിയാം, അപ്പുറത്തെ റൂമിലുള്ള പിള്ളേരൊക്കെ എഴുന്നേക്കും. അത്രയും മതിയായിരിക്കും. 2 വിസിലിന്റെ ഒക്കെ എടുത്തു. ഞാൻ 4 വിസിലെങ്ങാണ്ട് അടിച്ചാൻ തോന്നല്ലേ, 4 വിസിലാണെന്ന് തോന്നുന്നു. അറിയത്തില്ല. എനിക്ക് വയ്യ തുമ്മി ഞാനൊരു വഴി. രാത്രി ഞാൻ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. എനിക്ക് തുമ്മി പകലങ്ങാട്ട് വെളുപ്പിനെങ്ങാണ്ട് ഞാൻ നിസ്കരിച്ചിട്ട് അങ്ങാട്ട് ഞാൻ ഒന്ന് കിടന്നത്. പിന്നെ നിങ്ങളെ വേറെ സാധനം കാണിച്ചു തരാവേ. ഇത് കണ്ട, ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട ഉപ്പിലിട്ട നെല്ലിക്കായ എന്നും കുലുക്കി കൊടുക്കണം അമ്മ പറയും. നമുക്ക് എന്നും കുലുക്കി കൊടുക്കണം. അത്രയും മതിയായിരിക്കും കുലുക്കിയത്. 4 ദിവസം കഴിയുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ പറയാം. പിന്നെ ഇനി അടുത്ത സാധനം കാണിച്ചാൽ നമ്മുടെ വഴുതനങ്ങ റെഡി ആയ സ്ഥിതിക്ക് ഞാൻ അടുത്ത് പച്ചമുളക് സവാള എടുക്കണം. ഞാൻ പച്ചമുളക് ഇങ്ങനെയാണ് കേട്ടോ സ്റ്റോർ ചെയ്യുന്നത്. സ്റ്റോർ ചെയ്യുന്ന വിധം എങ്ങനെയാണെന്നുള്ളത് ഞാൻ പച്ചമുളക്, കറിവേപ്പില, മറ്റേ എന്താണ് പുതിനയില, മല്ലിയില, ഇതെല്ലാം ഇലകളും സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് ഏകദേശം ഇപ്പോൾ ഒരു 4 ആഴ്ച മേളിലായി കേട്ടോ. 4 ആഴ്ച മേളിലായി ഈ പച്ചമുളക് ഞാൻ മേടിച്ചിട്ട്. ഈ തണ്ട് ഇങ്ങനെ കളഞ്ഞിട്ടില്ലേ, ഈ ഞെട്ട്, ഇതിനെന്ത് നിങ്ങൾ പറയുന്നത് തണ്ട് ഞെട്ടെന്നോ? അപ്പൊ ഞങ്ങൾ പറയുന്നത് ഞെട്ടെന്നാ കേട്ടോ. ഈ ഞെട്ട് ഇങ്ങനെ അടത്തി കളഞ്ഞിട്ട് അടിയിലൊരു ടിഷ്യൂ പേപ്പറും, അടി ടിഷ്യൂ പേപ്പർ ഇട്ടേക്കുന്ന കണ്ടോ, അടിയിലൊരു ടിഷ്യൂ പേപ്പറും മണ്ടയ്ക്ക് ഈ തണ്ട് ഇങ്ങനെ നല്ലോണം കഴുകിയിട്ട് ഒപ്പിയെടുക്കണം. ഒപ്പിയെടുക്കുക മീൻസ് നിങ്ങൾക്ക് പറഞ്ഞാൽ ഒപ്പിയെടുക്കുന്ന പറഞ്ഞാൽ ഈർപ്പം ഇല്ലാണ്ട് ഉണക്കി ഇങ്ങനെ എടുക്കണം. എന്നിട്ട് ഇത് കണക്കത്തെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് ഇങ്ങനെ അങ്ങ് അടച്ച് വെച്ചാൽ മതി, ഈർപ്പം വീഴാതെ കൂടെ. അവിടെ യുദ്ധമോ, അവിടെ ആ 2 പൂച്ചകൾ തമ്മിൽ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഞങ്ങളില്ലാത്തപ്പോൾ ഭയങ്കര സ്നേഹവുമാണ്. ഞാൻ ഇന്നലെ കണ്ടതാണ്. എന്നെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ് കാണിക്കുന്നത്. നമ്മുടെ അടുത്ത് മൊത്തം അഭിനയമാണെന്ന് അമ്മമാര. അപ്പൊ നമുക്കിതങ്ങ് ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ ഇവിടെയും കാണിച്ചു കൂടാന്ന് കേട്ടോ. എനിക്ക് വൈകുന്ന പനിയായിട്ട് ഒരു മാറി. എന്തൊരു പനിയുടെ ഇത് വൃത്തികെട്ട വരും. ഞാൻ ശരിക്കും എന്തിനാ ഇത്രയും പച്ചമുളക് എടുത്തേ? 3 പച്ചമുളക് മതി. ബാക്കി എരിവില്ലാത്തതാ, എന്നാ പിന്നെ അങ്ങ് എടുത്തേക്കാം. അപ്പൊ തുണിയെ വിരിച്ചിടണം. ഇനി ഒരു ട്രിപ്പ് കഴുകാനുണ്ട്. ബെഡ്ഷീറ്റൊക്കെ കഴുകാൻ നടക്കുന്നു. വെള്ളിയാഴ്ച എനിക്ക് ഒന്നിനും സമയം കിട്ടിയില്ല സത്യം പറഞ്ഞാൽ. അത് കാരണം വെള്ളിയാഴ്ച എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എൻ്റെ മൂക്ക് വാന്ന് വരുന്നു. ഇന്നലെ ഞാൻ കുറേ നേരം വെള്ളത്തിൽ കുളിച്ചു. അയ്യോ നിങ്ങൾ വിചാരിക്കും ഞാൻ കുളിക്കത്തില്ല, അങ്ങനല്ല കേട്ടോ. അല്ല, ഇവിടെ കളി തുടങ്ങി കേട്ടോ. ഇത് ഞാൻ പറഞ്ഞ കുളിക്കുന്ന കാര്യമല്ലേ. ഇന്നലെ ഞാൻ ബാത്റൂം എല്ലാം കഴുകിട്ട് പറഞ്ഞ കുറേ നേരം കുളിച്ചു. എനിക്ക് വയ്യ. ഞാനിതൊന്ന് തീർത്തിട്ട് വേണം കുളിച്ചു നേരം കിടക്കാൻ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് ഇപ്പം നിങ്ങൾ ചിന്തിക്കുമായിരിക്കും
കടയിൽ നിന്ന് അങ്ങ് മേടിച്ചാൽ പോരെ, എന്തിനാ ഇത്ര ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്നത്? സത്യം പറയാലോ, എനിക്ക് കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നതേ ഇഷ്ടമല്ല. പിന്നെ ഈ നിവർത്തി കിടുന്ന സമയമുണ്ട്, ഞാൻ ഡ്യൂട്ടിക്കൊക്കെ പോയിട്ട് രാത്രിയിൽ എപ്പോഴേലും ഒക്കെ വരുമ്പോൾ 12 മണി 1 മണിക്കൊക്കെ വന്നിട്ട് നമുക്ക് ഫുഡൊന്നും ഉണ്ടാക്കാനുള്ള സമയം കിട്ടത്തില്ല. അപ്പം മാത്രമേ ഞാൻ വെളിയിൽ നിന്ന് മേടിക്കത്തുള്ളൂ, നിധി ഇട്ട് കഴിഞ്ഞാൽ മാത്രം, ഇല്ലെങ്കിൽ ഞാൻ മേടിക്കത്തൊന്നുമില്ല. ഇനി ഇതിപ്പം സാധാരണ ഞാൻ വെക്കുന്ന പറഞ്ഞാൽ സവാള ഇങ്ങനെ ആദ്യം നല്ല കണക്ക് ഇത് കണക്ക് വഴട്ടും, സവാളയും പച്ചമുളകും. സിമ്പിളാണ് ഈ മെഴുക്കുവരട്ടി, ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതും മോരുകറിയും ഒരിച്ചിരി ചമ്മന്തി ഉണ്ടെങ്കിൽ ഓഫ് സെറ്റ്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നല്ലേ, സാധാരണഗതി ഞാൻ ഉണ്ടാക്കുന്നത് ഇതിങ്ങനെ പച്ചമുളകും സവാളയും കൂടെ ആദ്യം വഴട്ട് ഉപ്പ് ചേർത്തിട്ട്, എന്നിട്ട് പിന്നെ ഈ വഴുതനങ്ങയെ കൂടി ആഡ് ചെയ്യും. പകുതി മതി, എൻ്റെ ആവശ്യമുള്ളൂ. അപ്പം നമുക്ക് ഇതൊന്നും ഉണ്ടാക്കാം കേട്ടോ. 7:30 പൈസ, ഇനിയിപ്പം സുഖം എഴുന്നേക്കാനുള്ള സമയം 7:15. അപ്പോൾ നമുക്ക് ചപ്പാത്തി ഒന്നും ഉണ്ടാക്കാം, അല്ലെങ്കിൽ പിന്നെ അത് നടക്കത്തില്ല. കാലും നേരും എല്ലാം വേദനിക്കും. ഫസ്റ്റ് ഒരു കാര്യം ഞാൻ മറന്നുപോയി. ഒരു കാപ്പി ഞാൻ ഉണ്ടാക്കിയായിരുന്നു, ഞാൻ കുടിച്ചില്ല. എപ്പോഴും ഇങ്ങനെ തന്നെ അവസ്ഥ, രാവിലെ എഴുന്നേക്കും പാടെ കാപ്പി അങ്ങോട്ട് ഉണ്ടാക്കും, എന്നിട്ട് അത് കുടിക്കത്തില്ല. പിന്നാണ് സാധാരണ എനിക്ക് ചായ ഇഷ്ടമേ, ഇന്ന് വായിക്ക് ഒരു ടേസ്റ്റും ഇല്ല. അപ്പൊ പിന്നെ കാപ്പി ഉണ്ടാക്കാൻ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ നെസ്കഫെ ഗോൾഡ് ഇല്ലേ, നെസ്ലിൻ ഗോൾഡ്, നല്ലതാ. എന്തിനാണ് ചപ്പാത്തി, നമുക്ക് ആദ്യം നമ്മൾ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാം. ഇതൊക്കെ പരത്തി വെച്ചാൽ കിട്ടും, പരത്തിയത് കിട്ടും. സാധാരണ ഗതിയിൽ ഞാൻ നമ്മുടെ സാധാ ആശീർവാദ് ആട്ട ഇല്ലേ, ആശീർവാദ് ആട്ട പരത്തിയിട്ട് ആക്കുക ചെയ്യുന്നത്. ഇന്ന് ഞാൻ ഈ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് എന്തോ ചെയ്യണം, എന്തുവാണ് പറയുന്നത്, അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ ഇത് കണക്കത്തെ പാക്കഡ് ആയിട്ടുള്ള ചപ്പാത്തി ഇതാ ഇങ്ങനെ കിട്ടും, ഇത് മേടിക്കണം. വയ്യാത്ത ദിവസങ്ങൾ, അത് കണക്ക് ഫ്രീ അല്ലാത്ത ദിവസങ്ങൾ, പിന്നെ ബിസി ആയിട്ടുള്ള ഷെഡ്യൂളുള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനത്തെ പാക്കറ്റ് ചപ്പാത്തി മേടിച്ചിട്ടുണ്ടെങ്കിൽ ചുട്ടെടുത്താൽ മതി. എന്നോട് ഇതൊക്കെ പറഞ്ഞതാ, ഒരു പാരസെറ്റമോൾ കഴിച്ചിട്ട് അത് കിടന്നാൽ വേഗം അങ്ങ് പനി മാറത്ത് കയറി. കേട്ടില്ല, എവിടെ കേൾക്കാൻ നിസരണമായിട്ട് വന്ന അങ്ങനെ എന്നെ തന്നെ പറയുന്നത്. അയ്യോ, ഈ വീഡിയോ ചരിച്ചല്ലായിരുന്നു എടുക്കേണ്ടത്, ഞാൻ മറന്നുപോയി. എന്റെ പൊന്നി യൂട്യൂബേ, എനിക്ക് നീ കോപ്പിറൈറ്റ് ഒന്നും തന്നോണ്ടല്ലേ. ഇതിന് കോപ്പിറൈറ്റ് ഒക്കെ കിട്ടുമോ എനിക്കറിയത്തില്ല. ഞാൻ ഈ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഈ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യുന്നതിനാണ് നിങ്ങൾക്കൊരു പ്രചോദനമാവും. രാവിലെ എഴുന്നേറ്റ് കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പ്രചോദനമാവും ലൈഫിൽ. നമ്മൾ എപ്പോഴും കടയിൽ നിന്നൊക്കെ കഴിച്ച്, പനിയാണെങ്കിൽ നമ്മൾ സ്വന്തമായി സ്വന്തം വീട്ടിലുണ്ടാക്കി എടുത്ത് കഴിക്കുമ്പോൾ അത് നമ്മുടെ വായിക്ക് രുചിയുള്ള വിധത്തിൽ കഴിക്കാം. എനിക്കാണ് ചപ്പാത്തി മുളക് ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്, അതെനിക്ക് കടക്കാർ തരത്തില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കും. പനി എന്നെ കൊണ്ടേ കഴിയുന്നു. കുട്ടി കാസറോൾ രാവിലെ എഴുന്നേറ്റ് തൊട്ട് ഈ പാട്ടാ വായി കിടക്കുന്നു. കാപ്പി മറന്നു. ഇതെല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെയാണോ? രാവിലെ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ട് ആ ജോലി ഫുള്ള് കഴിയുമ്പോൾ ഉച്ച കഴിഞ്ഞ് അല്ല ഉച്ചയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ മൊത്തം ആറി തണുത്ത് കഴിയുമ്പോൾ എടുത്ത് കുടിക്കും. സാധാരണ ഞാനൊരു കാര്യം കാണിച്ചു തരാവേ. അതുകൊണ്ട് ഈ സാധനം എന്നും ഞാൻ രാവിലെ പോയിക്കും. എന്തിനാണെന്നറിയ, ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാൻ. ഇന്നൊന്നും വയ്യ, സത്യം പറയലെന്ന് എനിക്ക് വയ്യ.
പിന്നെ ഇന്നത്തെ പോലെ ഒരു കാര്യം പറയുന്നത് കേട്ടോ, എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ. എനിക്കൊരു പ്രചോദനമാകും, നിങ്ങൾക്കൊരു സന്തോഷമാകും. നല്ല നല്ല കാര്യങ്ങളെ ഞാൻ പറഞ്ഞു കേട്ടോ. എന്നെ കൊണ്ട് യൂസ് ഉള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് യൂസ് ഒന്നും, നിങ്ങൾക്ക് യൂസ് ആവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞു തരത്തുള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ആവുന്ന കാര്യങ്ങളില്ലേ, ഒരു പ്രചോദനമാവത്തില്ല. നമ്മൾ എവിടെ തളർന്നു പോകരുത്, എന്ത് കാര്യം വന്നാലും തളർന്നു പോകരുത് എന്നുള്ള ഒരു പ്രചോദനം നമുക്ക് കിട്ടും. ഒക്കെ പൊള്ളലാട്ടോ. ഈ പൊള്ളലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിൻ്റെ ആയിരുന്നു, എണ്ണ പൊട്ടിത്തെറിച്ച പൊള്ളലാണ്. ഈ പൊള്ളലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനൊന്നും അല്ലായിരുന്നാട്ടാ, ഇതാ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അതെന്താ പറ്റിയെന്ന് വെച്ചാല് മറന്നുപോയി തടയ്ക്കാൻ. എന്തുവാടെ ഈ പെണ്ണെ നീ ഇങ്ങനെ. അതായത് ഞാന് ഒരു ദിവസം എന്നായിരുന്നു, ഓണത്തിനായിരുന്നെന്ന് തോന്നുന്നു. ഓണത്തിലല്ല, വിഷുവിന് ഞാനിങ്ങനെ സദ്യ ഉണ്ടാക്കുക. അപ്പം വിഷുവൊക്കെ വരുന്ന, അപ്പം ഉച്ചയ്ക്ക് സദ്യയാക്കാന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഇക്ക ലേറ്റായി വന്നപ്പോഴേ, അപ്പം ഞാൻ ഓർത്തെന്നാ ഇക്ക റെസ്റ്റ് എടുത്തോട്ടെ, ഡ്രൈവൊക്കെ ചെയ്ത് വന്നതല്ലേ. ഇപ്പൊ പറയാവേ പോകും. അപ്പൊ എനിക്ക് നിങ്ങളോട് സംസാരിക്കണമല്ലോ, എനിക്കിപ്പം ആരൊക്കെയും മിണ്ടാനുള്ളതെന്നുള്ള തോന്നല്. ഞാൻ ആരോടും സംസാരിക്കുന്നവരാണല്ലോ ഞാൻ ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത്. അപ്പൊ എനിക്ക് ഒരു തോന്നൽ വരും കേട്ടോ. ഒന്നും വിചാരിക്കുന്നത്, ഞാൻ നിങ്ങളോട് എന്റെ വീട്ടിൽ നിൽക്കുന്ന ഒരാളെന്ന് നിലയ്ക്കാണ് സംസാരിക്കുന്നത്. അപ്പം ഇത് മാറ്റിയിട്ട് രണ്ടടുത്ത് ചട്ടിയുമായിട്ട് വരുന്നുണ്ട്. അവിടെ നോക്കിക്കോട്ടെ, ഞാൻ ഇപ്പൊ വരാമോ. അപ്പൊ നമ്മുടെ വഴുതനങ്ങ വെളുപ്പുരട്ടി വെക്കാൻ പോണേ അല്ലേ. നമ്മുടെ പൊള്ളലിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ. അത് കണക്ക് ഞാൻ ഇങ്ങനെ സദ്യ ഉണ്ടാക്കാൻ നേരം പരിപ്പ് കറി നമ്മൾ മെയിൻ ആണല്ലോ. പരിപ്പ് കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് പരിപ്പ് വേവിച്ച് കുക്കറിനകത്തിട്ട് കുക്കറിനകത്തിട്ട് പരിപ്പ് വേവിച്ചിട്ട് ഞാനാണെങ്കിൽ ഈ മിക്സിക്കകത്തിലോട്ട് അരയ്ക്കുകയും, ഞാൻ മറന്നുപോയി ഇത് ചൂട് മാറിയെന്നാണ് ഞാൻ ഓർത്തത്. എന്നിട്ട് ആ ചൂട് മാറിയില്ല. ഞാൻ തിളച്ച പരിപ്പെടുത്തോട്ട് മിക്സിക്കകത്തിട്ട് അങ്ങ് അടിച്ച് എൻ്റെ പൊന്നെ, ഇതങ്ങോട്ട് തെറിച്ചെൻ്റെ കൈ. ഞാൻ ഇങ്ങനെ മുഖത്തോട്ട് വീഴാൻ വേണ്ടി പോയപ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ചപ്പോഴത്തേക്കിന് അത് വന്ന് കയ്യേ വീണ്. അങ്ങനെ കയ്യങ്ങ് പൊള്ളി. ഞാനാണെ അയ്യോന്ന് പറഞ്ഞ ഒരൊറ്റ ആല് എല്ലാവരും അറിഞ്ഞു. പിന്നെ നമുക്കെന്താ, കയ്യാ പൊള്ളും പൊള്ളാതിരിക്കും, എന്താ ചെയ്യാനാ. ഇപ്പൊ നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. നമ്മുടെ വഴുതനങ്ങ മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഇപ്പൊ അടുത്തതെന്ന് പറഞ്ഞാല് ഇതിനെ ഷെയ്ക്കായിട്ട് കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അല്ലെ ഞാൻ എവിടെയെങ്കിലും വെക്കാം. എനിക്ക് ഒറ്റ മിനിറ്റ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സ്റ്റാൻഡ് ഒന്നും ഉപയോഗിക്കാൻ അറിയത്തില്ല. ഇവിടെ ആരെങ്കിലും എഴുന്നേറ്റാലല്ലേ നമുക്ക് ആ സ്റ്റാൻഡ് ഒന്ന് വെച്ച് തരാനൊക്കെ പറയാൻ പറ്റും. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. അതും കണ്ട് തള്ളി തിരിക്കുകയോ വളയ്ക്കുകയോ ഒക്കെ ചെയ്യണം. അത് ഞാനെങ്ങാനും ചെയ്തിട്ടുണ്ടെങ്കിൽ വളഞ്ഞടിച്ച് താഴെ. സോറി കേട്ടോ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാനിങ്ങനെ ഷെയ്ക്കാക്കി പറയുന്നതുകൊണ്ട് ഞാൻ ഇവിടെ വെക്കാം കേട്ടോ. ഇവിടെ വെക്കാമേ. ഇച്ചിരി കടി കാണും. വെളിച്ചെണ്ണ ഒഴിച്ചു, ഇച്ചിരി കടുകിടാമേ. കടുകില്ല. ഇപ്പൊ കടുക് പൊട്ടിക്കുന്ന നേരം കൊണ്ട് ഞാൻ ഇച്ചിരി കറിവേപ്പില എടുത്തോണ്ട് വരാം. അതുകൊണ്ട് കരിവേപ്പിലയും ഞാൻ അങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഉണ്ടോ, ഇതുണ്ടോ. അന്ന് ഞാൻ എന്തോ 3 ആഴ്ച നമ്മുടെ ഉള്ളി പച്ചമുളക് പച്ചമുളക് മേടിച്ച കറിവേപ്പില ഇടട്ടെല്ലാം കഴിഞ്ഞു പോകും. ഈ കമ്പും കൂടി അങ്ങ് ഇടിച്ചു. എന്നാ വിലയാണെന്നറിയോ ഇപ്പൊ. ഇത് കഴിക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കും. പനി എന്നെ കൊണ്ടേ കഴിയുന്നു. കുട്ടി കാസറോള്.
രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് ഈ പാട്ടായി കിടക്കുന്നു. കാപ്പി കാപ്പി മറന്നു. ഇതെല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെയാണോ? രാവിലെ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ട് ആ ജോലി ഫുള്ള് കഴിയുമ്പോൾ ഉച്ച കഴിഞ്ഞ് അല്ല ഉച്ചയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ മൊത്തം ആറി തണുത്ത് കഴിയുമ്പോൾ എടുത്ത് കുടിക്കും. സാധാരണ ഞാനൊരു കാര്യം കാണിച്ചു തരാവേ. അതുകൊണ്ട് ഈ സാധനം എന്നും ഞാൻ രാവിലെ പോയിക്കും. എന്തിനാണെന്നറിയ, ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാൻ. ഇന്നൊന്നും വയ്യ, സത്യം പറയലെന്ന് എനിക്ക് വയ്യ. പിന്നെ ഇന്നത്തെ പോലെ ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ. എനിക്കൊരു പ്രചോദനമാകും, നിങ്ങൾക്കൊരു സന്തോഷമാകും. നല്ല നല്ല കാര്യങ്ങളെ ഞാൻ പറഞ്ഞു കേട്ടോ. എന്നെ കൊണ്ട് യൂസ് ഉള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് യൂസ് ഒന്നും, നിങ്ങൾക്ക് യൂസ് ആവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞു തരത്തുള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ആവുന്ന കാര്യങ്ങളില്ലേ, ഒരു പ്രചോദനമാവത്തില്ല. നമ്മൾ എവിടെ തളർന്നു പോകരുത്, എന്ത് കാര്യം വന്നാലും തളർന്നു പോകരുത് എന്നുള്ള ഒരു പ്രചോദനം നമുക്ക് കിട്ടും. ഒക്കെ പൊള്ളലായിട്ടോ. ഈ പൊള്ളലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിൻ്റെയായിരുന്നു, എണ്ണ പൊട്ടിത്തെറിച്ച പൊള്ളലാണ്. ഈ പൊള്ളലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനൊന്നും അല്ലായിരുന്നായിട്ടാ. ഇതാ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അതെന്താ പറ്റിയെന്ന് വെച്ചാല് മറന്നുപോയി ഇതടയ്ക്കാൻ. എന്തുപാടെ ഈ പെണ്ണെ നീ ഇങ്ങനെ. അതായത് ഞാന് ഒരു ദിവസം എന്നായിരുന്നു, ഓണത്തിനല്ല വിഷുവിന് ഞാനിങ്ങനെ സദ്യ ഉണ്ടാക്കുക. അപ്പം പിസൂക്ക വരുന്നു. അപ്പം ഉച്ചയ്ക്ക് സദ്യ ആക്കാന്ന് പറഞ്ഞ് അങ്ങനെ ഇക്ക ലേറ്റായി വന്നപ്പോഴേ, അപ്പം ഞാൻ ഓർത്തെന്നാ ഇക്ക റെസ്റ്റ് എടുത്തോട്ടെ, ഡ്രൈവൊക്കെ ചെയ്ത് വന്നതല്ലേ. ഇപ്പൊ ഇപ്പൊ പറയാവേ പോകും. അപ്പൊ എനിക്ക് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടല്ലോ, എനിക്കിപ്പം ആരൊക്കെയും മിണ്ടാനുള്ളതെന്നുള്ള തോന്നൽ വരും. ഞാൻ ആരോടും സംസാരിക്കുന്നവരെ കാണല്ലോ ഞാൻ ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത്. അപ്പൊ എനിക്ക് ഒരു തോന്നൽ വരും കേട്ടോ. ഒന്നും വിചാരിക്കുന്നത്, ഞാൻ നിങ്ങളോട് എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഒരാളെന്ന് നിലയ്ക്കാണ് സംസാരിക്കുന്നത്. അപ്പം ഇത് മാറ്റിയിട്ട് രണ്ടടുത്ത് ചട്ടി മാറ്റുന്നുണ്ട്. അവിടെ നോക്കിക്കോട്ടെ, ഞാൻ ഇപ്പൊ വരാമോ. അപ്പൊ നമ്മുടെ വഴുതനങ്ങ വെളുപ്പുരട്ടി വെക്കാൻ പോണേ. അല്ലേ, നമ്മുടെ പൊള്ളലിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ. അത് കണക്ക് ഞാൻ ഇങ്ങനെ സദ്യ ഉണ്ടാക്കാൻ നേരം പരിപ്പ് കറി നമ്മൾ മെയിൻ ആണല്ലോ. പരിപ്പ് കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് പരിപ്പ് വേവിച്ച് കുക്കറിനകത്തിട്ട് കുക്കറിനകത്തിട്ട് പരിപ്പ് വേവിച്ചിട്ട് ഞാനാണെങ്കിൽ ഈ മിക്സിക്കകത്തിലോട്ട് അരയ്ക്കുകയും, ഞാൻ മറന്നുപോയി ഇത് ചൂട് മാറിയെന്നാണ് ഞാൻ ഓർത്തത്. എന്നിട്ട് ആ ചൂട് മാറിയില്ല. ഞാൻ ആ തിളച്ച പരിപ്പെടുത്തോട്ട് മിക്സിക്കകത്ത് ഇട്ടങ്ങ് അടിച്ച് എൻ്റെ പൊന്നെ, ഇതങ്ങോട്ട് തെറിച്ചെൻ്റെ കൈ. ഞാൻ ഇങ്ങനെ മുഖത്തോട്ട് വീഴാൻ വേണ്ടി പോയപ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ചപ്പോഴത്തേക്കിന് അത് വന്ന് കയ്യേ വീണ്. അങ്ങനെ കയ്യങ്ങ് പൊള്ളി. ഞാനാണെ അയ്യോന്ന് പറഞ്ഞു ഒറ്റ ആല് എല്ലാവരും അറിഞ്ഞു. പിന്നെ നമ്മക്കെന്താ, കയ്യാ പൊള്ളും പൊള്ളാതിരിക്കും, എന്താ ചെയ്യാനാ. ഇപ്പൊ നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. നമ്മുടെ വഴുതനങ്ങ മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഇപ്പൊ അടുത്തതെന്ന് പറഞ്ഞാല് ഇതിനെ ഷെയ്ക്കായിട്ട് കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അല്ലെ ഞാൻ എവിടെയെങ്കിലും വെക്കാം. എനിക്ക് ഒറ്റ മിനിറ്റ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സ്റ്റാൻഡ് ഒന്നും ഉപയോഗിക്കാൻ അറിയത്തില്ല. ഇവിടെ ആരെങ്കിലും എഴുന്നേറ്റാലല്ലേ നമുക്ക് ആ സ്റ്റാൻഡ് ഒന്ന് വെച്ച് തരാനൊക്കെ പറയാൻ പറ്റും. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. അതും കണ്ട് തള്ളി തിരിക്കുകയോ വളയ്ക്കുകയോ ഒക്കെ ചെയ്യണം. അത് ഞാനെങ്ങാനും ചെയ്തിട്ടുണ്ടെങ്കിൽ വളഞ്ഞടിച്ച് താഴെ. സോറി കേട്ടോ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാനിങ്ങനെ ഷെയ്ക്കാക്കി പറയുന്നതുകൊണ്ട് ഞാൻ ഇവിടെ വെക്കാം കേട്ടോ. ഇവിടെ വെക്കാമേ. ഇച്ചിരി കടി കാണും. വെളിച്ചെണ്ണ ഒഴിച്ചു, ഇച്ചിരി കടുകിടാണ്. കടുകിട്ട് ഇപ്പൊ കടുക് പൊട്ടിക്കുന്ന നേരം കൊണ്ട് ഞാൻ ഇച്ചിരി കറിവേപ്പില എടുത്തോണ്ട് വരാം.
അതുകൊണ്ട് കരിയാപ്പിലയും ഞാൻ അങ്ങനെയാണേ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഉണ്ടോ ഇതുണ്ടോ? അന്ന് ഞാൻ എന്തോ 3 ആഴ്ച നമ്മുടെ ഉള്ളി പച്ചമുളക് എന്ത് പറഞ്ഞ പച്ചമുളക് മേടിച്ച കറിവേപ്പില ഈടട്ടെല്ലാം കഴിഞ്ഞു പോകും. ഈ കമ്പും കൂടി അങ്ങ് ഇടിച്ചു. എന്നാ വിലയാണെന്നറിയോ ഇപ്പൊ? ഇത് കഴിക്കാൻ എനിക്ക് വയ്യ. കഴിച്ചു കയ്യേലെണ്ണ പൊട്ടി തെളിച്ചു കേട്ടോ. ഇനി നമുക്ക് ഇച്ചിരി ഉപ്പിടാം. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാണോ നിർത്തി? ഞാൻ മറന്നുപോയി കേട്ടോ. എനിക്കങ്ങനെ ഉപ്പിന് കണക്കൊന്നും ഇല്ല കേട്ടോ. ഞാനങ്ങ് എന്റെ കൈ തോന്നുന്ന ഇടുന്നു കേട്ടോ. ഇത്രയൊക്കെ ഇറങ്ങില്ലെന്നാൽ മതി. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊന്നും കുക്കിങ്ങിൽ ആഗ്രഹിക്കൊന്നും വേണ്ട. ഇതൊക്കെ വായിക്കുമെല്ലാം വെച്ച് കൂട്ടാൻ പറ്റുന്ന വിധത്തിലുള്ള എന്ത് സാധനം എനിക്ക് ഉണ്ടാക്കി കഴിക്കാം. പിന്നെ എനിക്ക് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് അല്ലാതെ ഈ ലോകത്തിൽ ആരുണ്ടാക്കുന്ന ഫുഡ് ഇഷ്ടമല്ല. ഇനിയിപ്പം ഷെഫ് പിള്ളേ വന്ന് ഉണ്ടാക്കി തന്നാൽ ഞാൻ പറയും എനിക്ക് ഇഷ്ടമല്ല. എന്നെപ്പോലെയാണോ നിങ്ങളും? ഈ നല്ല കുറച്ചിടാം. ഞാൻ അവിടെ കിടന്നത് വേവട്ടെ. അത് വേവാൻ 10 മിനിറ്റ് കൂടെ വേണ്ടത്. നമുക്ക് മാത്രം എഴുതാൻ വേണ്ടി പോയതാണ്. കുഴപ്പമില്ല, നമ്മളെ വീടല്ലേ, നമ്മുടെ അടപ്പുപാത്രമല്ലേ. അടകെടുത്ത് തിരിച്ചു വെക്കാതെ എനിക്കൊരു സാധനം എടുത്താൽ തിരിച്ച് ആ സ്ഥലത്ത് തന്നെ തിരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കങ്ങ് ഒന്നിഷ്ടൊക്കെയാണ്. ഇനിയെല്ലാം നമുക്കൊന്നും ചെയ്യാം. നമുക്കിനി ഒന്നും ചെയ്യാനില്ല. രാവിലെ 8 മണിയായി. 7:30 ഖത്തം പരിപാടി കഴിഞ്ഞു. 7:30 ഖത്തം പരിപാടി കഴിഞ്ഞു. അപ്പൊ അവിടെ ഇരുന്നത് അങ്ങ് വഴുതനങ്ങ വേകുന്ന നേരം കൊണ്ട് നമുക്ക് ഈ കാപ്പി ഇനി കുടിച്ചങ്ങ് തീർക്കാം. ഇത്ര നേരമായി കാപ്പിയുമായിട്ടിരിക്കാൻ തുടങ്ങിയിട്ട്. ഉണ്ടോ? 7:30 ആയിട്ടേ ഉള്ളൂ. തലകുത്തനെ ആയിരിക്കും കാണുന്നല്ലേ, ഫ്രണ്ട് ക്യാമറയല്ലേ എടുക്കുന്നത്. അപ്പൊ നമ്മൾ എന്തോ പറഞ്ഞു നിർത്തി. AC ഇച്ചിരി കൊള്ളുമ്പോ എന്റെ പഠിച്ചോനെ ഇതൊരു സന്തോഷം. എന്റെ മുടി കണ്ടോ ഗൈസ്? ഇത്രയേ ഉള്ളൂ. എന്തോരം മുടി ഉണ്ടായിരുന്നറിയോ? സൗദി അറേബ്യയിൽ വന്നു എന്റെ മുടിയെല്ലാം പോയി. അല്ലാ, എന്റെ ഒരു 27/7/26 ഇന്ന് 27 ആയോ? ആയില്ല അല്ലേ? ഇത് ഇസുദ്ദീന് മേടിച്ച പ്രോട്ടീൻ ബ്രെഡാണ് കേട്ടോ. ഇത് നല്ല ബ്രെഡാണ്. ഇതിനകത്തില് പഞ്ചസാരയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. പ്രോട്ടീനാ കൂടുതലുള്ളത്. അപ്പം ഒരു ദിവസം നമ്മൾ ഇനിയിപ്പം രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റിയില്ല, ചപ്പാത്തി കഴിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ബ്രെഡ് ഒരെണ്ണം കഴിച്ചാൽ മതി. എന്നാ കാലോറിയാന്നറിയോ? കാലോറിയോ? കാലറി അങ്ങനെയാണല്ലേ പറയുന്നത്. ഞാൻ ഇഷ്ടമാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ആസ്മയുടെ സാധനമാണ്. എനിക്ക് ശ്വാസം മുട്ടുണ്ട്. ശ്വാസം മുട്ടെന്ന് പറഞ്ഞാൽ പൊടി അടിച്ചാൽ ശ്വാസം മുട്ടും, തണുപ്പ് വന്നാൽ ശ്വാസം മുട്ടും, പിന്നെ വിഷമം വന്ന അതാണ് മെയിന്. അത് എടുത്ത് പറയാം. ഈ കാറ്റ് കൊള്ളുമ്പോൾ എന്തൊരു സുഖമാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എനിക്ക് ഡയറക്റ്റ് കാറ്റ് അടിച്ചുകൂടാ കേട്ടോ. എന്നാലും ഞാൻ കൊള്ളും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ തന്നെ 10-12 മിനിറ്റായി. നിങ്ങൾ ഇത്രയൊക്കെ ഇരുന്ന് കാണുമോ? കണ്ട ആരാണെങ്കിലും ഈ ഒരു മൊമെന്റിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ പറയുക, ഭയങ്കര താങ്ക്സ്. എൻ്റെ ഈ വട്ടുതരങ്ങളൊക്കെ ഇരുന്ന് കാണുന്നുണ്ടല്ലോ, ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. എനിക്ക് നിങ്ങൾ ആരോ ആണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത്. ഞാൻ ശരിക്കും എൻ്റെ മുഖത്തോട്ട് നോക്കിയാ സംസാരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന കണക്ക് തോന്നത്തില്ലേ? അപ്പം നിങ്ങൾക്കൊരു സന്തോഷത്തില്ല. നിങ്ങൾ ഇനിയും വല്ല ഒറ്റപ്പെട്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ വീഡിയോ എടുത്തിരുന്ന് കണ്ടാൽ മതി. അപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന കണക്ക് തോന്നും. വിഷമിക്കണ്ടേ, എല്ലാ സാഹചര്യമാണ്. തുണി വിരിച്ചിടണം. ഇനി തുണി കുറച്ച് അടക്കി വെക്കാറുണ്ട്. അവിടെ നല്ല ഇടത്തിന്റെ കണ്ണൊക്കെ ഇരിക്കുന്നൊക്കെ തുമ്മി ഇങ്ങനെ ആയത്. ചോറ് വാർക്കണം, കഴിക്കണം രാവിലെ എന്തെങ്കിലും. മുട്ട പുഴുങ്ങി, തുണി വിരിച്ചിടണം, തൂക്കണം.
ഞാൻ തുണിയും വിരിച്ചിട്ട് തൂത്ത് വെള്ളമൊക്കെ ഞാൻ ഒഴിച്ചു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. രാവിലെ വന്നപ്പോഴേ ഞാൻ ശരിക്കും പറഞ്ഞാൽ നേരെ പോയി വെള്ളം ഒഴിച്ചായിരുന്നു. വെള്ളം ഒഴിച്ചിട്ട് വന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ഓർത്ത് രാവിലെ എഴുന്നേറ്റപ്പോൾ ഭയങ്കര മൂകത, ഇവിടാണെങ്കിൽ ഒരു അനക്കവും ഇല്ല. അപ്പം ഞാൻ ഓർത്ത് എന്തിനാ ഇങ്ങനെ മൂകമായിട്ടിരിക്കുന്നത്, ഒരു വീഡിയോ അങ്ങ് എടുക്കാം. വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ആരെങ്കിലും കൂടെ ഉള്ളത് കണക്ക് തോന്നും. അങ്ങനെ ഞാൻ എടുത്തതാട്ടോ. ശരിക്കും പറഞ്ഞാൽ പനിയെന്ന് പറഞ്ഞാൽ ജലദോഷമാണ്. ഇന്ന് നല്ല പനിയാവും. അപ്പം ചോറുണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചമ്മന്തി കൂട്ടിയാലും കഴിക്കാം. പിന്നെ നമ്മുടെ വഴുതനങ്ങ മെഴുക്കുവരട്ടി ഉണ്ടല്ലോ, സുഖ കുച്ചയ്ക്ക് ചിക്കൻ, ചിക്കൻ അതിനി ആക്കണം. അത് നമുക്കാക്കിയിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ ഇന്ന് എൻ്റെ ദിവസം ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ എൻ്റെ ദിവസം ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് കഴിയും. കണ്ട ഇപ്പോഴും 7:30 ആയിട്ടേ ഉള്ളൂ. നമ്മുടെ കാപ്പി റിമൈനിങ് ഇനി ഇരിപ്പുണ്ട്. അപ്പം 7:30 8 മണി 8:30ക്കുള്ളിൽ ഇന്നത്തെ എൻ്റെ പണിയെല്ലാം കഴിയും. പൊതുവേ ദിവസങ്ങളിൽ ഇങ്ങനെ തന്നെയാണ്. പിന്നെ എപ്പോഴെങ്കിലും ഈ പ്രൊമോഷനൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് അതെല്ലാം ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് ഏകദേശം ഞാൻ വെളുപ്പിനെയാവും ഉറങ്ങാൻ. 7 മണി 6:30 അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കിന് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ ബ്രെഡിൽ ഒതുക്കിയിട്ട് കിടന്നുറങ്ങി ചിലപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്കൊക്കെ എഴുന്നേക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഞാൻ എഴുന്നേക്കത്തില്ല. ഇന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല എൻ്റെ മുഖവും കണ്ണും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നാളെയൊക്കെ ഞാൻ ഇനി വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഒരുമാതിരി മൂക്കാണ് ഇങ്ങനെ ആയിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടുമോ? അതുകൊണ്ട് ഞാൻ ആ സമയത്ത് വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പം ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് സുഖമല്ലേ? സന്തോഷമല്ലേ? സന്തോഷമായിട്ടിരിക്കണം കേട്ടോ. ഏത് സാഹചര്യമാണെന്നുണ്ടെങ്കിലും സന്തോഷമായിട്ടിരിക്കണം. അപ്പോൾ അതെനിക്ക് പനി പിടിച്ച് കൈ പൊള്ളി കൊണ്ട് ഇവിടെ കണ്ട പൊള്ളി കേട്ടോ. ഈ കൈയെല്ലാം പൊള്ളല ഉണ്ടോ? ഇവിടെ പൊള്ളി, ഈ ചുമന്ന് കിടക്കുന്നുണ്ടോ പൊള്ളി. ഇതൊക്കെ സ്വാഭാവികമാണ്. അടുക്കളപ്പണിയാകുമ്പോൾ കൈ പൊള്ളും. പിന്നെ ഉറക്കം വരുന്നു. പിന്നെ നമ്മൾ പല മുറിവുകളൊക്കെ ഉണ്ടാകും. ഇതൊക്കെ സ്വാഭാവികമാണ്. അതിനെ സ്വാഭാവികമായിട്ട് കണ്ടിട്ട് മുന്നോട്ട് പോവുക. ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ തളരാതെ, ആരെങ്കിലും ഉണ്ട് എന്നുള്ളൊരു വിചാരത്തിൽ പോയി. ഇനി ആരുമില്ല, ഞാനുണ്ടേ നിങ്ങൾക്കൊക്കെ. നിങ്ങൾ എന്നോട് വന്ന് സംസാരിച്ചോ. ഞാൻ സംസാരപ്രിയയാ. എന്നോട് സംസാരിക്കാൻ ഒരാൾ വന്നിരുന്ന അവരെ തല ഞാൻ തിന്നും. അമ്മ ഒരു രീതി സംസാരിക്കും. അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ കാര്യങ്ങൾ. ഇപ്പം കണ്ട എല്ലാവരോടും ഭയങ്കര താങ്ക്സ്. എന്നെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ നിങ്ങൾ ഇതിന് ഇത്രയും നേരം കണ്ടത്. എനിക്ക് തോന്നുന്നു 3 or 4 പേരോ കാണും. അപ്പം അത്രയും ആൾക്കാരോടും എനിക്ക് ഭയങ്കര താങ്ക്സ് ഞാൻ പറയുന്നു. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടിക്കോ. നമുക്ക് അങ്ങോട്ടൊരു ജേണി അങ്ങ് തുടങ്ങാം. അപ്പം ശരി, ഓക്കെ, ബായ്.